വളരെ സന്തോഷമുള്ള ഒരു കാര്യം ഈ യോഗത്തിൽ 300-നടുത്ത് ആളുകൾ വിവിധ ജില്ലകളിൽ നിന്നായിട്ട് പങ്കെടുക്കുന്നു എന്നതാണ്. തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു പങ്കാളിത്തം ഓഗസ്റ്റ് 20 പരിപാടിയിൽ വലിയ ചലനം സംസ്ഥാനത്തുണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. 2018 മുതലാണ് അഖിലേന്ത്യാ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങളുടെ ശൃംഖല AIPSN എല്ലാ വർഷവും ഓഗസ്റ്റ് 20 ശാസ്ത്രാവബോധ ദിനമായിട്ട് ആചരിക്കണം എന്ന് തീരുമാനിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്തത്. അതിൻ്റെ പശ്ചാത്തലം ദേവരാജനും ഗോപകുമാറും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ശാസ്ത്രാവബോധ പ്രചാരണത്തിന് വേണ്ടി, യുക്തി ചിന്തയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതകാലം ഒട്ടുമുക്കാലും പ്രവർത്തിച്ചിട്ടുള്ള ഡോക്ടർ നരേന്ദ്ര ദഭോൾക്കറിൻ്റെ രക്തസാക്ഷിത്വമാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ നമ്മെ പ്രേരിപ്പിച്ചത്. വാസ്തവത്തിൽ ഭരണഘടനാപരമായിട്ട് നമ്മളെല്ലാം, ഇന്ത്യക്കാരെല്ലാം ചെയ്യേണ്ട ഒരു കാര്യമാണ് ശാസ്ത്രാവബോധ പ്രചാരണം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ശാസ്ത്രാവബോധം അല്ലെങ്കിൽ സയൻറ്റിഫിക് ടെമ്പറമെൻറ്റ് എന്നൊക്കെയുള്ള പ്രയോഗം തന്നെ ലോകത്ത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി, ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. ആ കാര്യങ്ങൾ നമ്മളിപ്പോൾ പൊതുവെ ഓർക്കാറില്ല, പ്രത്യേകിച്ച് ഭരണാധികാരികൾ ഓർക്കാറില്ല. ഈ ഇന്നത്തെ എൻ്റെ സംസാരത്തിൻ്റെ വിഷയം തന്നെ ശാസ്ത്രാവബോധ പ്രചാരണത്തിൻ്റെ അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നതിൻ്റെ രാഷ്ട്രീയം എന്ത് എന്നുള്ളതാണ്. ഞാനത് വെറും 2 വാക്യത്തിൽ പറയാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യയുടെ ഭരണകൂടം, ആ ഭരണകൂടത്തിൻ്റെ എല്ലാ ശക്തിയും ശേഷിയും ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്ര വിരുദ്ധതയിലേക്ക് നീങ്ങുകയാണ്. ശാസ്ത്ര അവബോധം പ്രചരിപ്പിക്കുക എന്നുള്ള ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്നത് മാത്രമല്ല, അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് ദേശീയ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അതും വളരെ വ്യക്തമാണ്. അത് രാഷ്ട്രീയമാണ്. ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ശാസ്ത്രാവബോധമുള്ളവരായി മാറിയാൽ അവരൊക്കെ സാമൂഹ്യ വിപ്ലവത്തിന് തയ്യാറാവും. അതാണല്ലോ നമ്മുടെ ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്ന നമ്മുടെ മുദ്രാവാക്യത്തിൻ്റെ തന്നെ കാഴ്ചപ്പാട് അതാണല്ലോ. ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ശാസ്ത്രബോധമുള്ളവരാവട്ടെ, ശാസ്ത്രത്തിൻ്റെ രീതി ഉപയോഗിച്ച് ചിന്തിക്കും. അപ്പോഴവർക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. അതെല്ലാ കാര്യത്തിലും, രാഷ്ട്രീയത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ശരിയായ ശാസ്ത്രീയമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. അങ്ങനെ മുഴുവൻ ജനങ്ങളും, മുഴുവൻ വോട്ടർമാരും ശാസ്ത്രീയമായ ഒരു തീരുമാനമെടുക്കാൻ, ശാസ്ത്രബോധത്തോടു കൂടിയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഉള്ള കഴിവ് നേടിയാൽ അപ്പോഴാണ് ഇന്ത്യയിലെ ശരിയായിട്ടുള്ള വിപ്ലവം നടക്കുക. അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെയും ബാധിക്കും. അത് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് നെഹ്റുവിനെ തമസ്കരിക്കുവാൻ, ബോധപൂർവം തമസ്കരിക്കുവാൻ, നെഹ്റുവിൻ്റെ ചിന്തകളെ തമസ്കരിക്കുവാൻ, ശാസ്ത്രാവബോധം പ്രചരിപ്പിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളെയും തകർക്കുവാൻ ഇന്ത്യൻ ഭരണകൂടം നിരന്തരമായി ശ്രമിച്ചു വരുന്നത്. അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുക 2014 മുതൽ ഇങ്ങോട്ടുള്ള കഴിഞ്ഞ 11 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളിലൂടെ ആർക്കും മനസ്സിലാകും. അതിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ദേവരാജൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ ദിനാചരണം നരേന്ദ്ര ദഭോൾക്കറിൻ്റെ രക്തസാക്ഷിത്വത്തെ തുടർന്നാണ് നമ്മൾ പ്രഖ്യാപിച്ചതെന്ന് സൂചിപ്പിച്ചുവല്ലോ. ഞാൻ ആദ്യമായിട്ട് ദഭോൾക്കറിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു നഖചിത്രം നിങ്ങൾക്ക് തരാൻ ശ്രമിക്കാം. നരേന്ദ്ര ദഭോൾക്കർ ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു. മഹാരാഷ്ട്രയിലെ സത്താറ എന്നു പേരുള്ള ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചതും ജീവിച്ചതും. സത്താറ നഗരത്തിൽ
അദ്ദേഹത്തിന് ഒരു ക്ലിനിക്ക് ഉണ്ടായിരുന്നു. പാവപ്പെട്ട രോഗികളുടെയൊക്കെ ആശ്രയ കേന്ദ്രമായിരുന്നു ദബോൾക്കറിൻ്റെ ഈ ക്ലിനിക്ക്. 12 വർഷക്കാലം അവിടെ മെഡിക്കൽ ഡോക്ടറായിട്ട് പ്രവർത്തിച്ചപ്പോൾ ഒരു സംശയവുമില്ലാത്ത വിധത്തിൽ ദബോൾക്കറിന് ബോധ്യപ്പെട്ട ഒരു കാര്യം, ഞാൻ ചികിത്സിക്കേണ്ടത് ഈ രോഗികളെയല്ല, രോഗികളുടെ ശരീരത്തെയല്ല, രോഗികളുടെ മനസ്സിനെ, അല്ലെ ജനങ്ങളുടെ മനസ്സിനെയാണ്. രോഗികളുടെ ശരീരത്തെ ചികിത്സിക്കുന്നതിന് പകരം എനിക്ക് കുറെ കൂടി വലിയൊരു ഉത്തരവാദിത്വം നിറവേറ്റാനുണ്ട്. അത് ജനങ്ങളുടെ മനസ്സിനെ ചികിത്സിക്കുക എന്നുള്ളതാണ്. അവരുടെ മനസ്സിൽ മാറ്റം വരണം, യുക്തിചിന്ത ഉണ്ടാക്കണം. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഞാൻ മനുഷ്യ ശരീരത്തെ ചികിത്സിക്കുന്നില്ല, മറിച്ച് ശാസ്ത്രബോധ പ്രചരണത്തിനായിട്ട്, യുക്തിചിന്തയുടെ പ്രചാരണത്തിനായിട്ട് പ്രവർത്തിക്കാൻ പോവുകയാണ് എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ ഒറ്റപ്പെട്ട ഒരു തീരുമാനമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ 4 അംഗങ്ങളാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷൈല ദബോൾക്കർ, അവർ വളരെ പ്രശസ്തയായ ഒരു ഗൈനക്കോളജിസ്റ്റാണ്. മൂത്ത മകൻ ഹമീദ് ദബോൾക്കർ. ഹമീദ് ദബോൾക്കർ ഒരു സൈക്യാട്രിസ്റ്റാണ്. അദ്ദേഹം പരിഷത്തിൻ്റെ 2 സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയുണ്ടായിട്ടുണ്ട്. ഉദിനൂർ സമ്മേളനത്തിൽ ഉദ്ഘാടകൻ ഹമീദായിരുന്നു. ബത്തേരി സമ്മേളനത്തിൽ PTB അനുസ്മരണ പ്രഭാഷണം നടത്തിയത് അദ്ദേഹമാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പരിപാടിക്ക് അദ്ദേഹം വരികയുണ്ടായി. അപ്പോൾ ഹമീദിന് കേരളത്തെ നല്ല പരിചയമാണ്, പരിഷത്തിന് നല്ല പരിചയമാണ്. നരേന്ദ്ര ദബോൾക്കർ സ്ഥാപിച്ച ഒരു സംഘടനയുണ്ട്. 1989 ആ സംഘടന സ്ഥാപിച്ചത്. അതിൻ്റെ പേര് മഹാരാഷ്ട്ര അന്ധശ്രദ്ധ നിർമൂലൻ സമിതി, അല്ലെങ്കിൽ MANS എന്നാണ്. MANS കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് യുക്തിചിന്തയെ പോഷിപ്പിക്കുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും നരേന്ദ്ര ദബോൾക്കറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവാർഡ് നൽകുന്നുണ്ട്. ആ അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിനാണ് എന്നുള്ളതും നമുക്ക് അഭിമാനത്തോടു കൂടി ഓർക്കാം. ദബോൾക്കറിൻ്റെ കുടുംബത്തിലെ 4ാമത്തെ വ്യക്തി, അതായത് മകൾ മുക്ത ദബോൾക്കർ, അവർ അധ്യാപികയാണ്, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ആക്ടിവിസ്റ്റാണ്. ഈ 4 പേരും, ദബോൾക്കറും ഷൈലയും ഹമീദും മുക്തയും, 4 പേരും കുടുംബത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ശാസ്ത്രാവബോധ പ്രചാരണത്തിനായിട്ട് കുടുംബത്തെ മുഴുവൻ ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. ദബോൾക്കർ ചികിത്സ നിർത്തിയിട്ട് ശാസ്ത്രാവബോധ പ്രചരണം നടത്താൻ തുടങ്ങിയതോടെ അദ്ദേഹം ധാരാളം പ്രഭാഷണങ്ങൾ നടത്തുകയും ധാരാളം പുസ്തകങ്ങൾ എഴുതുകയും ധാരാളം സംവാദങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിൽ 3 എണ്ണമുണ്ട്, ഹിന്ദിയിൽ 5 എണ്ണമുണ്ട്, മറാത്തി ഭാഷയിൽ 4 പുസ്തകങ്ങളുമുണ്ട്. ഇതെല്ലാം തന്നെ ഒരേ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അത് വിശ്വാസവും അന്ധവിശ്വാസവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു തലം. പിന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. റാഷണൽ തിങ്കിങ്, അത് 2 വോളിയങ്ങളാണ് ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്, വോളിയം 1 വോളിയം 2. പ്ലീസ് തിങ്ക് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. നിങ്ങൾ ദയവായി ചിന്തിക്കൂ എന്നാണ് അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചത്. ചിന്തിച്ചാൽ നിങ്ങൾക്ക് ശരി കണ്ടെത്താൻ കഴിയും, അപ്പോഴാണ് നിങ്ങൾക്ക് ശാസ്ത്രാവബോധം ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം കരുതി. ശാസ്ത്രാവബോധത്തെക്കുറിച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ നിർവചനം അതേപടി അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. ദബോൾക്കർ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചു വന്നത്. നെഹ്റുവിൻ്റെ നിർവചനം ഇങ്ങനെയായിരുന്നല്ലോ: സയൻറ്റിഫിക് ടെമ്പർ ഈസ് എ വേ ഓഫ് തിങ്കിങ്, എ മെത്തേഡ് ഓഫ് ആക്ടിങ് ആൻഡ് എൻഗേജിങ് വിത്ത് ഫെലോ പീപ്പിൾ എന്നുള്ളതാണ്. ശാസ്ത്രീയമായി ചിന്തിക്കുക, അതുപോലെ ചിന്താരീതി സ്വായത്തമാക്കുക, മറ്റുള്ളവരോട്
അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുക, പ്രവർത്തിക്കുക. ഇതേ ഉള്ളൂ. ശാസ്ത്രീയമായി ചിന്തിക്കുക എന്നുള്ളതാണ്. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ശാസ്ത്രീയമായി ചിന്തിക്കുക, കാര്യകാരണബദ്ധമായിട്ട് ചിന്തിക്കുക. നമ്മളും കലാജാഥകളിലൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതായിരുന്നല്ലോ, കാര്യകാരണബന്ധം. ആ, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ഈ ലക്ഷ്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ആളാണ് ദബോൾക്കർ. അദ്ദേഹം രൂപീകരിച്ച അന്ധശ്രദ്ധ നിർമൂലൻ സമിതി, മഹാരാഷ്ട്ര അന്ധശ്രദ്ധ നിർമൂലൻ സമിതി ഏതാണ്ട് 400 അംഗങ്ങളുള്ള ഒരു സംഘടനയായിരുന്നു. ഇപ്പോൾ അതിൽ കുറെ കൂടി കൂടുതൽ അംഗങ്ങളുണ്ട്, 1800 മറ്റോ അംഗങ്ങളുണ്ട്. അവരെല്ലാം തന്നെ ഈ രംഗത്ത് അതിസജീവമായിട്ട്, പരിഷത്തിൻ്റെ പോലെയൊന്നും അല്ല കേട്ടോ, പരിഷത്തിൻ്റെ പ്രവർത്തകരിൽ 70,000 71,000 പ്രവർത്തകരിൽ സജീവ പ്രവർത്തകർ 4-5 ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഇവർ വളരെ കമ്മിറ്റഡ് ആയിട്ട് ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ആളുകളാണ്. MANSന് മഹാരാഷ്ട്രയിൽ കുറേ യൂണിറ്റുകളുണ്ട്. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയാൽ, അതിൻ്റെ വലിപ്പം മനസ്സിലാക്കിയാലാണ് അവരുടെ കമ്മിറ്റ്മെൻ്റ് എത്രത്തോളം നമുക്ക് മനസ്സിലാവുക. അതിരിക്കട്ടെ. ഇപ്പോൾ ദബോൾക്കറിൻ്റെ മരണം അല്ലെങ്കിൽ രക്തസാക്ഷിത്വം ഒരു തുടക്കമായിരുന്നു. അത് 2013 ഓഗസ്റ്റ് 20 ആണ് സംഭവിച്ചത്. നിങ്ങൾക്കറിയാം, രാവിലെ നടക്കാൻ പോകുമ്പോൾ അജ്ഞാതരായ 2 പേർ ബൈക്കിൽ വന്നിട്ട് വെടിവെക്കുകയാണ് ചെയ്തത്. തൽക്ഷണം അദ്ദേഹം മരിച്ചു. എന്നാൽ അതവിടെ നിന്നില്ല. തുടർന്ന് ഗോവിന്ദ് പൻസാരെ എന്ന വളരെ പ്രശസ്തനായ CPIയുടെ നേതാവും വലിയ പ്രഭാഷകനും ഗ്രന്ഥകർത്താവും ഒക്കെ ആയിരുന്ന ഗോവിന്ദ് പൻസാരെ എന്ന ബുദ്ധിജീവി, ആക്ടിവിസ്റ്റ്, ഇതേപോലെ തന്നെ വെടിയേറ്റ് മരിച്ചു. അദ്ദേഹം 4 ദിവസം ജീവിച്ചു. 4ാമത്തെ ദിവസം ആണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. മൂന്നാമതായിട്ട് ഇതുപോലെ തന്നെ കാൽബുർഗി, MM കാൽബുർഗി എന്ന വളരെ യുക്തിചിന്തകൻ സ്വന്തം വീട്ടിൻ്റെ വരാന്തയിൽ വെച്ചാണ് വെടിയേറ്റ് മരിക്കുന്നത്. പുറത്തുനിന്ന് 2 പേര് വന്നിട്ട് അദ്ദേഹത്തെ വാതിൽ മുട്ടി വിളിക്കുന്നു. പുറത്ത് വരുമ്പോൾ അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ നിറവൊഴിക്കുകയാണ് ചെയ്യുന്നത്. 4ാമത്തെ ഇരയായത് ഗൗരി ലങ്കേഷാണ്. 2013 മുതൽ 2017 വരെ ഉള്ള 4 വർഷക്കാലത്തിനുള്ളിലാണ് ഈ 4 പേർ രക്തസാക്ഷികളായത്. അവർ ചെയ്ത ഒരേ ഒരു കുറ്റം ശാസ്ത്രബോധം പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചു, യുക്തിചിന്തയെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. വേറൊരു കുറ്റവും അവർ ചെയ്തതായിട്ട് ആരും ആരോപിക്കുന്നില്ല. ദബോൾക്കറിൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം, അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിന് ശേഷം എന്താണ് ഉണ്ടായത് എന്ന് ഇന്ന് നമുക്കെല്ലാം അറിയാം. 5 പേരെ പിടികൂടിയത് തന്നെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടില്ല, 4-5 വർഷങ്ങൾ കഴിഞ്ഞ് വലിയ സമ്മർദ്ദമൊക്കെ ഉണ്ടായതോടുകൂടിയാണ് പ്രതികളെ പിടികൂടാൻ സർക്കാർ മുൻകൈയെടുത്തത്. ആ 5 പേരിൽ 2 പേരെ കഴിഞ്ഞ വർഷം ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയുണ്ടായി. ബാക്കി 3 പേരെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയാണ് ചെയ്തത്. ഈ 2 പേർ ഇപ്പോഴും ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. ബാക്കി 3 പേരുടെ, 3 രക്തസാക്ഷികളുടെയും കേസ് എവിടെയും എത്തിയിട്ടില്ല. എല്ലാ കേസിലും പ്രതികളെ പിടിച്ചിട്ടുണ്ട്, വാറന്റ് ചെയ്തിട്ടുണ്ട്, റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പല കേസുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും അത് അടുത്ത കാലത്തൊന്നും വിധി പ്രസ്താവം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ നമുക്കില്ല. 89-ൽ ഈ ദബോൾക്കർ MANS രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ട് ചെയ്ത ഒരു കാര്യം അന്ധവിശ്വാസ ചൂഷണ നിരോധന നിയമം പാസാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തുകയാണ്. അതിനായിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആ സംഘടന ഒരു ബില്ല് തയ്യാറാക്കി മഹാരാഷ്ട്ര ഗവൺമെൻറ്റിനും നിയമസഭയിലെ മുഴുവൻ അംഗങ്ങൾക്കും എത്തിച്ചു കൊടുക്കുകയും ആ ബില്ല് നിയമമാക്കി മാറ്റാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അവിടെ 4-5 തവണ ഇത് സെലക്ട് കമ്മിറ്റിക്ക് വിടുകയുണ്ടായി. പക്ഷേ ഇതൊന്നും തന്നെ നിയമനിർമ്മാണത്തിൽ എത്തിയില്ല. എന്നാൽ 2013-ൽ ദബോൾക്കർ വധിക്കപ്പെട്ട് 4ാമത്തെ ദിവസം തന്നെ മഹാരാഷ്ട്ര ഗവൺമെൻറ് അത് ഓർഡിനൻസായിട്ട് നിയമമാക്കി പ്രാബല്യത്തിൽ വരുത്തുകയുണ്ടായി. ഇതിന് ശേഷം കർണാടക സംസ്ഥാനത്തിലും
കാരണം അവിടെയാണല്ലോ കൽബുർഗിയും ഗൗരി ലങ്കേഷും ഒക്കെ മരിച്ചത്. രണ്ടുപേർ മഹാരാഷ്ട്രയിൽ നിന്നും രണ്ടുപേർ കർണാടകത്തിലുമാണ്. കർണാടകത്തിലും ഇത്തരത്തിലുള്ളൊരു നിയമം ഉണ്ടാക്കാൻ വലിയ സമ്മർദ്ദമുണ്ടായി. പക്ഷേ 1-2 വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ നിയമം ഉണ്ടായത്. ഇന്ന് ഈ 2 സംസ്ഥാനങ്ങളിലാണ് അന്ധവിശ്വാസ ചൂഷണ നിയമങ്ങൾ, സാമാന്യം വിസ്തരിച്ചുള്ള നിയമങ്ങൾ നിലവിലുള്ളത്. എന്നാൽ ബാക്കി 6 സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് ഇതുപോലെ, എന്നാൽ ഇതിൻ്റെ വിശദാംശങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് ദായിൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് എതിരായിട്ട്, അതുവഴിയുള്ള ചൂഷണത്തിന് എതിരായിട്ടുള്ള നിയമങ്ങൾ 6 സംസ്ഥാനങ്ങളിലും കൂടി ഉണ്ടായിട്ടുണ്ട്. ബീഹാറുണ്ട്, ജാർഖണ്ഡുണ്ട്, അതുപോലെ ഒഡീഷയുണ്ട്, ഛത്തീസ്ഗഡുണ്ട്, മധ്യപ്രദേശുണ്ട്. ദായിൻ വ്യവസ്ഥ എന്ന് പറയുന്നത് ചൂഷണത്തിൻ്റെ, അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചൂഷണത്തിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. വടക്കേ ഇന്ത്യൻ പ്രദേശങ്ങളിൽ പല സംസ്ഥാനങ്ങളിലും, ബംഗാളിലടക്കം സമൂഹത്തിലെ സുന്ദരിമാരായ സ്ത്രീകളെ, എന്നാൽ ദരിദ്ര വിഭാഗത്തിലുള്ള സ്ത്രീകളെ പിടികൂടാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജന്മിപുത്രന്മാരുണ്ടാക്കിയിട്ടുള്ള ഒരു അന്ധവിശ്വാസമാണ് ദായി. നല്ല ആകർഷകമായ കണ്ണുകളുള്ള, നീണ്ട മൂക്കുകളുള്ള സ്ത്രീകളെ ഒക്കെ അവർ യക്ഷികളായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രഖ്യാപിക്കാനുള്ള കാരണം ആ സ്ത്രീ അവർക്ക് വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. വഴങ്ങിയിട്ടുണ്ടെങ്കിൽ ആക്ഷേപമില്ല. വഴങ്ങാത്തവരെ യക്ഷികളായിട്ട് പ്രഖ്യാപിക്കുന്നു. അവർക്ക് പുരുഷന്മാരെ ആകർഷിക്കാനും അവരെ നശിപ്പിക്കാനും ഉള്ള കഴിവുണ്ട്. അവരുടെ കണ്ണ് കണ്ടാൽ അറിയാം, അവരുടെ മൂക്ക് കണ്ടാൽ അറിയാം അവൾ യക്ഷിയാണ് എന്ന്. അങ്ങനെ പ്രഖ്യാപിച്ച് ജനങ്ങളെ കൊണ്ട് കല്ലെറിഞ്ഞ് കൊല്ലിക്കുന്ന ഒരു ഏർപ്പാടാണ് ദായിൻ എന്ന് പറയുന്നത്. അത് വ്യാപകമായിട്ട് പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമുണ്ട്. അതിനെതിരായിട്ടുള്ള നിയമമാണ് 6 സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ കേരളത്തിൽ ഇത് സംബന്ധിച്ചുള്ള നിയമനിർമ്മാണത്തിന് ഒരുപാട് സമ്മർദ്ദങ്ങൾ നമ്മുടെ അടക്കം ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിലും ഇതുവരെ അത് നടന്നിട്ടില്ല എന്ന് നമുക്കൊക്കെ അറിയാം. ഇത് നമ്മളിപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട്, ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് തന്നെ ഉയർത്താനുള്ള കാരണം ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ത്യ ഗവൺമെൻറ് 2014 മുതൽ പല വിധത്തിൽ ശാസ്ത്രാവബോധനത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അതിന് നിരവധി ഉദാഹരണങ്ങൾ നിങ്ങൾ തന്നെ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ടാകും. ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിനെ ഇതിനുള്ളൊരു വേദിയായിട്ട് ആദ്യമായിട്ട് ഉപയോഗിച്ചത് പൂനെയിൽ നടന്ന 102ാം ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിലാണ്. അവിടെയാണ് ഒട്ടേറെ പ്രബന്ധങ്ങൾ, 4-5 പ്രബന്ധങ്ങൾ ഇതിഹാസത്തിലെ കഥകളെ അടിസ്ഥാനമാക്കിയിട്ട് അതിനെ ഉപജീവിച്ചുകൊണ്ട് ഇത് ശാസ്ത്രമാണെന്ന് വരുത്താൻ ഉള്ള ശ്രമങ്ങൾ നടത്തിയത് ആ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിലായിരുന്നു. അപ്പം അത് ലോകത്തെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. കാരണം ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. 10,000 ആൾക്കാർ, ശാസ്ത്രജ്ഞന്മാർ, അതിൽ 100 പേര് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള നോബൽ ലോറേറ്റ്സ് അടക്കം പങ്കെടുക്കുന്ന സമ്മേളനങ്ങളാണ് അതിലുണ്ടാകുക. അപ്പോൾ ആ സമ്മേളനത്തിലാണ് ഇങ്ങനെ ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള പ്രബന്ധങ്ങൾ വലിയ വലിയ ആൾക്കാർ, ചെറുകിട ഒന്നും അറിയാത്ത കക്ഷികളൊന്നുമല്ല, വളരെ അംഗീകാരമുള്ള ശാസ്ത്രജ്ഞന്മാർ തന്നെ അവതരിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അതിൽ പിന്നെ കൃത്രിമമായിട്ട് ബീജസങ്കലനം നടത്തി കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു ശാസ്ത്രശാഖയുണ്ടല്ലോ, IVF എന്ന് പറയുന്നത്, ഇൻവിട്രോ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അതിന് ഇന്ത്യയിൽ വളരെ പുരാതന കാലം മുമ്പ് തന്നെ ആ സംവിധാനം നിലവിലുണ്ടായിരുന്നു എന്ന് കാണിക്കാനാണ് കർണൻ്റെ ജീവിതത്തെ ഉപജീവിച്ചുകൊണ്ടുള്ള ഒരു പ്രബന്ധം അവിടെ അവതരിപ്പിച്ചത്. കർണൻ ജനിച്ചത് എങ്ങനെയാണെന്ന് കഥകളിലൂടെ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷെ ആ കഥയെ IVF-ന് മാതൃകയായിട്ട് ഉള്ള ഒരു സംഭവമായിട്ടാണ് ഈ ശാസ്ത്രജ്ഞൻ അവിടെ ചിത്രീകരിക്കുന്നത്. അതുപോലെ തന്നെ അതേ സമ്മേളനത്തിൽ തന്നെയാണ് കൗരവരുടെ ജനനത്തെക്കുറിച്ചുള്ള മറ്റൊരു പ്രബന്ധം വരുന്നത്. അവിടെയും IVF അല്ല, മറിച്ച് ബയോടെക്നോളജി, ജൈവ ജനിതക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യകോശത്തിൽ നിന്ന് 100 കുട്ടികളെ, 101 കുട്ടികളെ സൃഷ്ടിച്ചത് എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് അവിടെ ആ പ്രബന്ധം അവതരിപ്പിക്കപ്പെട്ടത്. ഇതുപോലെ പിന്നെ പ്ലാസ്റ്റിക് സർജറിക്ക് ഇന്ത്യയിൽ വലിയ പ്രചാരം ലഭിച്ചിരുന്നു. ഇന്ത്യയിൽ
വളരെ കാലം മുമ്പ് തന്നെ അത് ചെയ്തിരുന്നു എന്നൊക്കെ തെളിയിക്കാനാണ് ഗണപതിയുടെ ഒരു സൃഷ്ടിയെക്കുറിച്ചുള്ള പ്രബന്ധം വരുന്നത്. ശിവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി പ്രവർത്തകൻ. കാരണം ഗംഗയെ തലയിൽ ഒളിപ്പിച്ച് നിർത്തുന്ന ആളാണല്ലോ ശിവൻ. അപ്പോൾ ശിവനെ പരിസ്ഥിതി പ്രവർത്തകനായിട്ട് ചിത്രീകരിക്കുന്ന ഒരു പ്രബന്ധം അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഇത്തരത്തിൽ ധാരാളം അംഗീകാരമുള്ള ശാസ്ത്രജ്ഞന്മാർ തന്നെ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ലോകത്താകമാനം അത് ചർച്ചയായി. ഇന്ത്യയിൽ ശാസ്ത്രത്തിൻ്റെ ഗതി എങ്ങോട്ടാണ് എന്ന് അവരൊക്കെ മനസ്സിലാക്കുകയും അതിനെതിരായിട്ട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. കോവിഡ് കാലത്താണ് വേറൊരു സംഭവം നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത്. കോവിഡിന് എതിരായിട്ട് പരിഹാര മാർഗങ്ങൾ, വാക്സിൻ ഒന്നും ഇല്ലാതിരുന്ന തുടക്കത്തിൽ എന്താ ചെയ്തതെന്ന് നമുക്കറിയാലോ അല്ലേ? ശബ്ദം കൊണ്ട് കിണ്ണം മുട്ടാനാണ് പറഞ്ഞത്. ശബ്ദമുണ്ടാക്കുന്ന സാധനങ്ങളിൽ മുട്ടിയിട്ട് ഒരു നിശ്ചിത സമയത്ത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അങ്ങനെ ചെയ്യണമെന്ന് ദേശീയ ഗവൺമെൻറ്റിൻ്റെ തന്നെ വക്താക്കൾ ആഹ്വാനം ചെയ്യുകയും അത് ഒരുപാട് കോടിക്കണക്കിന് ജനങ്ങൾ അത് ചെയ്യുകയും ചെയ്തു. അങ്ങനെ കോവിഡ് വൈറസിനെ ആട്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് അപഹാസ്യമായ അത്തരം പ്രവർത്തനം നടത്തിയ നാടാണ് നമ്മുടേത്. അതേ നാട്ടിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ വാക്സിൻ ഉൽപ്പാദിപ്പിച്ച് ലോകത്തെ COVID-19 നിന്ന് രക്ഷിച്ചത് എന്നുള്ള കാര്യവും നമുക്ക് ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു വശത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ വളരെ ശക്തമായിട്ട് തന്നെ ഉപയോഗിക്കുകയും മറുവശത്ത് അതിന് ആധാരമായിട്ടുള്ള ശാസ്ത്ര വസ്തുതകളെ നിഷേധിക്കുകയും ചെയ്യുക എന്നുള്ള കാര്യമാണ് ദേശീയ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ചെയ്തു വരുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതിന് പുറമെ ഗവേഷണ രംഗത്ത് പല മാറ്റങ്ങളും ദേശീയ ഗവൺമെൻറ് അടുത്ത കാലത്തായിട്ട് വരുത്തി തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങൾക്കുള്ള ബഡ്ജറ്റ് വെട്ടിക്കുറക്കുക, വാർഷിക പദ്ധതിയിൽ ബഡ്ജറ്റ് വെട്ടിക്കുറക്കുക എന്നുള്ളതാണ് അതിലൊന്ന്. 2, ആവശ്യമില്ലാത്ത മേഖലകളിൽ ബഡ്ജറ്റ് ധാരാളമായിട്ട് അനുവദിക്കുക. പശുവിനെ സംബന്ധിച്ച്, മൂത്രത്തെ സംബന്ധിച്ച് അല്ലേ, പിന്നെ സിംഹത്തിൻ്റെ മൂത്രത്തിൽ സ്വർണമുണ്ട് ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിനായിട്ട് പ്രൊജക്റ്റ് അനുവദിച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത്തരത്തിൽ ധാരാളം പ്രൊജക്റ്റുകൾ അനാവശ്യമായുള്ള, ശരിക്ക് സംബന്ധിയായ പ്രൊജക്റ്റുകൾ അനുവദിക്കേണ്ട നിഷ്കർഷമായ പരിശോധനയിലൂടെ തള്ളിപ്പോകാവുന്ന പല വിഷയങ്ങൾക്കും പണം അനുവദിച്ചത് നമ്മൾ കണ്ടു. എന്തിനേറെ, ശാസ്ത്ര പ്രചാരണത്തിനായിട്ട് ഇന്ത്യ ഗവൺമെൻറ് സ്ഥാപിച്ച ഒരു സ്ഥാപനത്തെ, വിഗ്യാൻ പ്രസാർ എന്ന പേരുള്ള ഒരു സ്ഥാപനത്തെ പൂട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ കൊല്ലം ആഗസ്റ്റ് 31 പൂട്ടിക്കഴിഞ്ഞു. ആ സ്ഥാപനം ഇനി നിലവിലില്ല. ശാസ്ത്ര പ്രചാരണത്തിന് വേണ്ടി മാത്രം ആ ലക്ഷ്യത്തോടു കൂടിയാണ് സ്ഥാപിച്ചത് വിഗ്യാൻ പ്രസാറിനെ. അപ്പം ഇങ്ങനെ നോക്കിയാൽ ശാസ്ത്രവിരുദ്ധതയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന ശക്തമായ ഒരു വിഭാഗം ഇന്ത്യയുടെ ഭരണകൂടത്തിനകത്തും ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ വൈമാനിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു പ്രബന്ധവും വന്നിട്ടുണ്ട്. വൈമാനിക ശാസ്ത്രം എന്നത് ഒരു സംസ്കൃത ഭാഷയിലുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തെ ഉപജീവിച്ച് അതിലെ നിഗമനങ്ങളൊക്കെ ഒരു ശാസ്ത്രത്തിൻ്റെ വലിയ കണ്ടെത്തലായിട്ട് അവതരിപ്പിക്കുകയാണ് അവിടെ ചെയ്തത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ എയറോനോട്ടിക്സുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗമുണ്ട്. ഡോക്ടർ HS മുകുന്ദ എന്ന പ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ്റെ നേതൃത്വത്തിൽ ആ എയറോസ്പേസ് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട IAC എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രാമാണികമായ സ്ഥാപനമാണ്, ഗവേഷണ സ്ഥാപനമാണ്. അവിടുത്തെ ശാസ്ത്രജ്ഞർ ഈ വൈമാനിക ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഉയർന്നു പറക്കാനും മുന്നോട്ടേക്കും പിറകോട്ടേക്കും താഴോട്ടേക്കും എന്തിനേറെ സ്പേസിലേക്ക് പോലും യാത്ര ചെയ്യാൻ കഴിയുന്ന ഭരദ്വാജ മുനി ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കപ്പെടുന്ന വിമാനത്തിൻ്റെ പ്രോട്ടോടൈപ്പ് IASയിൽ ഈ ഗവേഷകർ തയ്യാറാക്കുകയും അത് പറക്കുന്ന വിമാനമല്ല എന്ന് സ്ഥാപിക്കുകയും ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ഭരദ്വാജ മുനി അങ്ങനെ വൈമാനിക ശാസ്ത്രം എഴുതുമ്പോൾ അതിനു മുമ്പ് ഇന്ത്യയിൽ വിമാനം ഉണ്ടായിരുന്നു, അതിൻ്റെ ശാസ്ത്രം ഇന്നതാണ്, അതിൻ്റെ ഡിസൈൻ ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് ചിത്രങ്ങളോട് സഹിതമാണ് അത് തയ്യാറാക്കിയത്. പക്ഷെ അതനുസരിച്ച് IASയിൽ നടത്തിയിട്ടുള്ള ഗവേഷണം വലിയ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുള്ള ഗവേഷണമാണ് കേട്ടോ, പിള്ളേർ കളിയല്ല. അതിലൂടെ തെളിഞ്ഞത് ഈ വിമാനത്തിന് പറക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ
ശാസ്ത്രത്തിൻ്റെ പേരിൽ ഇതിഹാസത്തിൽ പറയുന്ന കാര്യങ്ങൾ, കഥകൾ ശാസ്ത്ര സത്യങ്ങളായി അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് വളരെ ആസൂത്രിതമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് പ്രളയമുണ്ടായപ്പോൾ ഉത്തരാഖണ്ഡിലാണ് പ്രളയം. ആ പ്രളയത്തിൽ ഒരുപാട് ആൾക്കാർ മരിച്ചു, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. കഴിഞ്ഞ വർഷവും അവിടെ ഉണ്ടായി, മേഘവിസ്ഫോടനം നടന്നു. ഇത്തവണത്തെ മേഘവിസ്ഫോടനം അല്ല എന്നാണ് പറയുന്നത്. കടുത്ത മഴയുണ്ടായി, ഒരുപാട് സ്ഥലത്ത് പാറകളും മണ്ണും ഒക്കെ ഒഴുകിപ്പോയി. അപ്പോ യു പിയിലെ ഫിഷറീസ് ആയിട്ടുള്ള സഞ്ജയ് നിഷാദ് എന്ന് പറഞ്ഞാൽ കാട്ടാളനാണ്. അങ്ങനെ ഒരു കാട്ടാളൻ പറഞ്ഞൊരു അഭിപ്രായം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. എന്തത്? ഗംഗാ നദിയിലേക്ക് നിങ്ങൾക്ക് തീർത്ഥസ്നാനത്തിനായിട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഗംഗാനദി ഇതാ നിങ്ങളുടെ പാദത്തിലേക്ക് വന്നിരിക്കുകയാണ്, നിങ്ങളുടെ പാദം കഴുകാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഏത് സംഭവം ഉണ്ടായാലും അതിലൊക്കെ അശാസ്ത്രീയത വളർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിയും, എന്ത് വഴിയാണ് അതിലുള്ളത് എന്ന് കണ്ടെത്തി അതിനെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവ പരമ്പരയാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, അതിൻ്റെ വക്താക്കളുടെ ഭാഗത്തു നിന്നൊക്കെ കുറേ കാലമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഇനിയും ശക്തമായിട്ട് തുടരും എന്നതിന് യാതൊരു സംശയമില്ല. കാരണം അതിനൊരു രാഷ്ട്രീയമുണ്ട്. അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ശാസ്ത്രീയമായ കാഴ്ചപ്പാട് ഇല്ലാതാക്കുക എന്നുള്ള രാഷ്ട്രീയമാണ്. നമ്മൾ അതിനു വേണ്ടിയാണ് ശാസ്ത്രബോധത്തെ സാമാന്യബോധമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് നമ്മൾ. അപ്പോൾ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ശ്രമമാണ് ഈ ദേശീയ സർക്കാരിൻ്റെയും അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ സംഘാടന ശേഷിയുടെയും ഒക്കെ ഉദ്യമം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെ ചെറുക്കുക എന്നുള്ളത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമായിട്ട് കാണണം. ഇനി ഞാൻ ദബോൾക്കറിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനത്തിൻ്റെ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. ദബോൾക്കർ ധാരാളം സംവാദം നടത്താറുണ്ടായിരുന്നു. അദ്ദേഹം നടത്താറുണ്ടായിരുന്ന സംവാദങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിരുന്നത് ഇന്ത്യൻ സമൂഹം ഒട്ടാകെ സ്വീകരിക്കുന്ന അല്ലെ അംഗീകരിക്കുന്ന വളരെ രൂഢമൂലമായിരിക്കുന്ന ചില അന്ധവിശ്വാസങ്ങളെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം സംവാദങ്ങൾ നടത്താറുള്ളത്. അത് ഇന്ത്യയിലെ ജാതി അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ, വിവാഹം പോലുള്ള ചടങ്ങുകൾ, ചരമം പോലുള്ള സംഗതികൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അനാചാരങ്ങൾ, അതുപോലെ ജ്യോതിഷത്തെ ജ്യോതിശാസ്ത്രമായിട്ട് പ്രചരിപ്പിക്കുന്ന രീതി, ഇതിനൊക്കെ എതിരായിട്ടാണ് അദ്ദേഹം ദീർഘകാലമായിട്ട് പ്രചരണം നടത്തി വന്നത്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെയും വളരെ പ്രസിദ്ധനായ ശാസ്ത്രജ്ഞനായ ജയന്ത് നാർലിക്കറുടെയും കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമായി അവരെ സഹായിക്കുന്നതിന് വളരെ പ്രസിദ്ധരായ 2 സ്റ്റാറ്റിസ്റ്റീഷ്യന്മാരും ഉണ്ടായിരുന്നു. സുധീഷ് കുണ്ഡെ എന്ന് പറയുന്ന ഒരാളാണ്, വളരെ പ്രശസ്തനായ ഒരാൾ. ഇവരെല്ലാവരും ചേർന്നിട്ട് നടത്തിയിട്ടുള്ള വളരെ പ്രശസ്തമായ ഒരു പഠനമുണ്ട്. ആ പഠനത്തിൻ്റെ പേര് തന്നെ എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഓഫ് ആസ്ട്രോളജി എന്നാണ്. എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഓഫ് ആസ്ട്രോളജി. അതിൻ്റെ അർത്ഥം ഇതാണ്: ജ്യോതിഷത്തിന് സ്ഥിതിവിവര കണക്കുമായി ബന്ധപ്പെട്ട് വസ്തുതാപരമായി പ്രഡിക്ഷൻ നടത്താനുള്ള ശേഷിയുണ്ടോ എന്ന പരിശോധനയാണത്. ഭാവി പ്രവചനത്തിന്, ജ്യോതിഷത്തിന് ഭാവി പ്രവചിക്കാനുള്ള കഴിവുണ്ടോ ഇല്ലയോ, ഇത് ഗണിതശാസ്ത്രപരമായിട്ട് പരിശോധിക്കുക. ഇതാണ് അവരുടെ പരീക്ഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വശം. ദബോൾക്കർ അതിൽ ഒരു വലിയ പങ്ക് വഹിക്കുകയുണ്ടായി. ആ പരീക്ഷണം നടന്നത് ഇങ്ങനെയാണ്. മഹാരാഷ്ട്രയിലെ പല ജില്ലകളിൽ നിന്നുമായിട്ട് 200 കുട്ടികളുടെ ജാതകം, ഹൊറോസ്കോപ്പ് ശേഖരിച്ചു. ഈ 200 കുട്ടികളിൽ 100 പേർ നല്ല ബുദ്ധിമാന്മാരായ കുട്ടികൾ, പല വിദ്യാലയങ്ങളിലെ കുട്ടികളാണ്. 100 പേർ വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള കുട്ടികളാണ്. 100 പേർ മെൻ്റലി റിട്ടാർഡഡ് ആണ്, പരിമിതശേഷിയുള്ള ഭിന്നശേഷിയുള്ള കുട്ടികളാണ്. അപ്പോൾ 100 ബുദ്ധിമാന്മാരുടെയും 100 പരിമിതശേഷിക്കാരുടെയും ഹൊറോസ്കോപ്പ് ശേഖരിക്കുകയും അതിൽ 80 സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് അനുസരിച്ച് റാൻഡം സാമ്പിളിങ്ങിലൂടെ തിരഞ്ഞെടുക്കുകയുമാണ് ചെയ്യുന്നത്.
അപ്പോൾ 200-ൽ നിന്ന് 80 തിരഞ്ഞെടുത്തു. അതിൽ 40 നല്ല ബുദ്ധിശക്തിയുള്ള കുട്ടികളുടേത്, 40 അങ്ങനെ അല്ലാത്ത കുട്ടികളുടേത്. ഈ 80 40 രണ്ടിൽ നിന്നും കൂടിയായിട്ട് ബുദ്ധിയുള്ളവരിൽ നിന്നും അല്ലാത്തവരിൽ നിന്നുമായിട്ടുള്ള 40 ഹൊറോസ്കോപ്പ് ഇത് പരിശോധിക്കുക, ഈ വെല്ലുവിളി സ്വീകരിക്കുന്ന ഇതിൻ്റെ പരിശോധനയ്ക്ക് തയ്യാറാകുന്ന ജ്യോതിഷികൾക്ക് നൽകും. അവർ ചെയ്യേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ. അവർക്ക് ലഭിച്ചിട്ടുള്ള ഈ 400 ജാതകങ്ങളിൽ, ഹൊറോസ്കോപ്പുകളിൽ ഏതൊക്കെയാണ് ബുദ്ധിയുള്ള കുട്ടികളുടേത്, നല്ല ബുദ്ധിശക്തിയുള്ള കുട്ടികളുടേത്, ഏതൊക്കെയാണ് അങ്ങനെ അല്ലാത്ത കുട്ടികളുടേത് എന്ന് മാത്രം. ഒന്നാമത്തേത് ബുദ്ധിയുള്ള കുട്ടി അല്ലെ ബുദ്ധിയില്ലാത്ത കുട്ടി, രണ്ടാമത്തേത്, ഈ രീതിയിൽ 40 കുട്ടികളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് കൊടുക്കണം. ഇതാണ് വെല്ലുവിളി. അപ്പോൾ ഇവർ തയ്യാറാക്കിയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇതിൽ 70% കൃത്യതയോടുകൂടി പ്രവചനം നടത്താൻ കഴിയും എങ്കിൽ ജ്യോതിഷത്തിന് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് അനുസരിച്ച് പ്രവചനശേഷി ഉണ്ട് എന്നാണ് തെളിയിക്കുക. 70% കുറവാണെങ്കിൽ അത് ഇല്ല, ജ്യോതിഷത്തിന് പ്രവചനശേഷി ഇല്ല എന്ന് തെളിയിക്കും. ഇതൊക്കെ വെറുതെ പറയുകയല്ല ചെയ്തത്. ഈ വിദഗ്ധന്മാർ കൂടി ചേർന്ന് അമേരിക്കയിലെ മിഷിഗൻ സർവകലാശാലയിലെ ബെർണി സിൽവർമാൻ എന്ന ഒരു പ്രസിദ്ധനായ ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം നേരത്തെ ഈ തരത്തിലുള്ള പരിശോധന നടത്തുകയുണ്ടായി, ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇവരും അത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് കറണ്ട് സയൻസ് എന്ന വളരെ പ്രസിദ്ധമായ മാസികയിൽ ദബോൾക്കർ നാർലിക്കറും കൂടിയിട്ട് ഒരു ലേഖനം എഴുതി. ഈ പരീക്ഷണത്തിൻ്റെ വിശദാംശങ്ങളാണ് എഴുതിയത്. ആർക്കും അത് ചലഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരാളും ചലഞ്ച് ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ രീതി എല്ലാവരും സ്വീകരിച്ചു. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും ചേർന്നിട്ട് ഒരു പത്രസമ്മേളനം നടത്തി മുംബൈയിൽ വെച്ചിട്ട്. ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തുകയാണ്. താല്പര്യമുള്ള ജ്യോതിഷികൾ ഈ മത്സരത്തിൽ പങ്കെടുക്കണം. അവർക്ക് ഓരോരാൾക്കും ഞങ്ങൾ 40 ഹൊറോസ്കോപ്പിൻ്റെ വിവരങ്ങൾ നൽകും. അവർ ചെയ്യേണ്ടത് ഇതിൽ ബുദ്ധിയുള്ള കുട്ടികളുടെ ഹൊറോസ്കോപ്പ് ഏതാണ്, അങ്ങനെ അല്ലാത്തവരുടെ ഹൊറോസ്കോപ്പ് ഏതാണ്. ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ലോകമാകെ അംഗീകരിച്ചിട്ടുള്ള ഒരു പരീക്ഷണ രീതിയാണിത്. അങ്ങനെ 51 ജ്യോതിഷികൾ രംഗത്ത് വന്നു മത്സരത്തിനായിട്ട്. ഒടുവിൽ ഉണ്ടായത് 51 പേരിൽ 27 ജ്യോതിഷികൾ മാത്രമാണ് അവർ പൂർത്തിയാക്കിയ ലിസ്റ്റ് സമർപ്പിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ ശരിയായത് 40-ൽ 24. പ്രവചനശേഷി ഉണ്ടെന്ന് തെളിയിക്കണമെങ്കിൽ എത്ര വേണം? 28, 70%. 28 പേരുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള പ്രവചനം നടത്താൻ സാധിക്കും. കാരണം 50-51% വരെ ആർക്കും ഊഹിച്ചിട്ട് പറയാൻ സാധിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തൊട്ടാൽ അത് ശരിയായി പോകാം എന്നുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിലധികം വേണം ശരി. അപ്പോൾ 40-ൽ 28 പേരുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള പ്രവചനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജ്യോതിഷിക്ക് പ്രവചനശേഷിയുണ്ട്. അദ്ദേഹം പ്രയോഗിക്കുന്ന ജ്യോതിഷത്തിന് പ്രവചനശേഷിയുണ്ട് എന്ന് സ്ഥാപിക്കപ്പെടും. അപ്പോൾ 24 കിട്ടിയുള്ളൂ എന്നതിൻ്റെ അർത്ഥം അത് എതിരാണ്, പ്രവചനശേഷി ഇല്ല എന്നുള്ളതാണ്. ഇത് ഒറ്റയാൾ മാത്രമാണ് 24 ശരിയായിട്ട് പറഞ്ഞത്. ശരാശരി അവിടെ പങ്കെടുത്തുള്ള ബാക്കി 27 ആൾക്കാരുടെ ശരാശരി മാർക്ക് 17.25 ആണ്. അപ്പോൾ പ്രവചനശേഷി ജ്യോതിഷത്തിന് ഇല്ല എന്ന് അതോടുകൂടി സ്ഥാപിക്കപ്പെട്ടു. ഇത് ഇംഗ്ലീഷിൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ എഴുതി, നിഗമനങ്ങളൊക്കെ എഴുതിയിട്ട് ലോകവ്യാപകമായിട്ട് പ്രചരിപ്പിക്കുകയുണ്ടായി. ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ഈ പരീക്ഷണത്തെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ലോകത്ത് ഈ രംഗത്ത് നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പരീക്ഷണമായിട്ട് അംഗീകരിക്കുകയും ചെയ്യുകയുണ്ടായി. ദബോൾക്കർ ഈ പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ ഒട്ടേറെ സംവാദങ്ങളിൽ അവതരിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോഴും ധാരാളം ആളുകൾ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നു. ആയിരക്കണക്കിന് ജ്യോതിഷികൾ പ്രശ്നം വെക്കുന്നു, പ്രവചിക്കുന്നു. അതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത സംഗതിയാണ് എന്ന്
ഏഹ്, കണ്ടെത്തുന്നതിൽ, സ്ഥാപിക്കുന്നതിൽ ദബോൾക്കർ വലിയൊരു പങ്ക് വഹിക്കുകയുണ്ടായി. ഇതുപോലെ അദ്ദേഹം മറ്റ് ചില പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്രത്തോളം പ്രശസ്തി അതിനൊന്നും കൈവന്നില്ല. ഇങ്ങനെ കണ്ണിലെ കരടായിട്ട് ഓരോ പ്രഭാഷണത്തിലും വലിയ വെടിയുണ്ട പോലെ പല 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 സംഗതികളും പായിച്ച് സമൂഹത്തിലേക്ക് ആഞ്ഞു തറപ്പിക്കുന്ന ഒരു ശക്തിയായിട്ട് ദബോൾക്കർ വന്നതോടു കൂടിയാണ് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. വളരെ സംഘടിതമായിട്ട് ചെയ്തതാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. എല്ലാം RSSന്റെ പ്രവർത്തകരാണ്, പിടികൂടപ്പെട്ടവരെല്ലാവരും തന്നെ. അപ്പോൾ ആ പരമ്പരയിൽ 4 പേരെ വധിച്ചത് ഈ ഒരു കാഴ്ചപ്പാടിലാണ്. ഇന്ത്യയിൽ ശാസ്ത്രബോധം പ്രചരിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും അവരെ വെറുതെ വിടില്ല എന്ന് ഭീതിപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു അത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ശാസ്ത്രചിന്തയ്ക്കും യുക്തിചിന്തയ്ക്കും വേണ്ടിയിട്ട് നിലകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട പോരാളി എന്ന നിലക്കാണ് ദബോൾക്കറിൻ്റെ രക്തസാക്ഷിത്വ ദിനം നമ്മൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ശാസ്ത്രാവബോധ ദിനമായിട്ട് ആചരിക്കുന്നത്. അത് പരമാവധി നമ്മുടെ സംസ്ഥാനത്തിലെ യൂണിറ്റുകളിൽ മേഖലാതലത്തിലെങ്കിലും നിർബന്ധമായിട്ടും വളരെ നന്നായിട്ട് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഈ ശാസ്ത്രാവബോധവുമായിട്ട് ബന്ധപ്പെട്ട, സയൻറ്റിഫിക് ടെമ്പറുമായിട്ട് ബന്ധപ്പെട്ട 3 പ്രഖ്യാപനങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. അതിലൊന്നാമത്തേത് 1981 അല്ലേ, 81 കൂനൂർ ഡിക്ലറേഷനാണ്. കൂനൂർ തമിഴ്നാട്ടിലാണ്. അവിടെ അന്ന് ആ പ്രഖ്യാപനം രൂപപ്പെടുത്താൻ വേണ്ടി മുൻകൈ എടുത്തത് ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന PN ഹക്സർ. അദ്ദേഹം ഡൽഹി സയൻസ് ഫോറത്തിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകനായിരുന്നു ആ കാലത്ത്. അപ്പോൾ അദ്ദേഹമാണ് അതിന് നേതൃത്വം കൊടുത്തത്. അതിൽ ഒപ്പിട്ട ആളുകളിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്ന പ്രൊഫസർ VK ദാമോദരനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടി പങ്കാളിത്തം ആദ്യത്തെ സയൻറ്റിഫിക് ടെമ്പർ ഡിക്ലറേഷനിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി ഓർമ്മിക്കാം. രണ്ടാമത്തേത് ഉണ്ടായത് ഹിമാചൽ പ്രദേശിലെ പാലംപൂർ എന്ന ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സമ്മേളനത്തിൽ വെച്ചാണ്. അതിൽ നമ്മുടെ സംഘടനയുടെ ആൾക്കാർ ഉണ്ടായിരുന്നില്ല. അത് 2011 അത് നടന്നത്. പിന്നീട് 2024 ഫെബ്രുവരി 28 ശാസ്ത്രദിനത്തിലാണ് AIPSൻ്റെ നേതൃത്വത്തിൽ പുതിയ 3ാമത്തെ ഒരു സയൻറ്റിഫിക് ടെമ്പർ ഡിക്ലറേഷൻ ഉണ്ടാവുന്നത്. ആ പ്രഖ്യാപനത്തിൽ, ആ പ്രസ്താവനയിൽ ഇന്ത്യയിലെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ശാസ്ത്രവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളൊക്കെ വെളിവാക്കുകയുണ്ടായി. അപ്പോൾ അതും കൂടി നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർക്കാം. തീർച്ചയായിട്ടും എല്ലാ മേഖലാ തലങ്ങളിലും ഈ ഒരു പരിപാടി ഗംഭീരമായിട്ട് നടത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.